അതായത് പാർവതി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അമ്മായിയമ്മ എന്റെ ജീവിതത്തിൽ എന്നെ കുറിച്ച് അവൾ എന്ത് വേണേ പറയാം, പക്ഷെ അമ്മായിയമ്മയെ കുറിച്ച് പറയില്ല. കാരണം അമ്മായിയമ്മ അവര് തമ്മിൽ നല്ല അമ്മായിയമ്മ എന്ന് പറയത്തില്ല, അമ്മ അവര് തമ്മിൽ ഭയങ്കര സീറ്റിംഗാ. എന്റെ ഒരു കുറവ് നമ്മള് സീറ്റിംഗ് ആയാലും ഇവരെ എതിർക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ശക്തമാണ് ഇവരുടെ ഗ്രൂപ്പ്, അറിയാവില്ല. കാരണം ഞങ്ങളുടെയൊക്കെ കുറവുകൾ വീട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒരു ഈ നിങ്ങൾ പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഒരു ലൈഫും രാഷ്ട്രീയക്കാരുടെ ലൈഫും എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ്. നിങ്ങളെ തപ്പി ജനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങളെ തപ്പി അങ്ങോട്ട് പോകുന്നവരാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന ഗസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ കണ്ടാൽ മതി, സ്വീകരിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമല്ലാത്ത ആളുകളെയും സ്വീകരിക്കുകയും അവർ വരുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പാർവതി ഇവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ സമയം ഏറ്റവും തിരക്കുള്ള സമയത്താണ് എൻ്റെ കല്യാണം വന്നത്. ഞാൻ 2007 കല്യാണം കഴിഞ്ഞ് 2010 2009 ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ, 2010 ഇലക്ഷൻ, 2011 വീണ്ടും നിയമസഭ ഇലക്ഷൻ, 2015 ഞാൻ നമ്മുടെ യുവനക്ഷേമ ബോർഡ് ഡയറക്ടറായി. ഈ അത്രയും ബിസി ലൈഫ്. ആ ഒരു സമയത്ത് ഞങ്ങളുടെയൊക്കെ കുറവുകൾ എപ്പോഴും അമ്മയും പാറും കൂടെ അവർ തമ്മിലൊരു നല്ല ഇതായതുകൊണ്ട് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോയി. അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അമ്മയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. ഞാൻ കിട്ടുന്ന സമയം പാഴാക്കാറില്ല. ഇടയ്ക്കൊരു കുത്തു കിട്ടും, എന്നെ എങ്ങോട്ടും കുത്തും, ഞാൻ അങ്ങോട്ടും. ആണല്ലേ? എന്നെ അലമ്പില്ലെങ്കിൽ പിന്നെ വീടാകില്ല. അതെ. അല്ല, എന്തോ ഈ പാർവതി കുത്തുന്നതിൽ ഈ ഒന്നുമില്ല, പറയാൻ മാത്രമുള്ള ഒന്നും. എന്റെ ഡിമാൻഡ്സ് അല്ല, ഞാൻ പറയാം, എന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് യൂറോപ്പ് ലണ്ടനിൽ ഹണിമൂൺ പോകാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കി. അതിനുപോലും സമയമില്ലായിരുന്നു. പെട്ടിക്കകത്തിരിക്കുന്ന പരിപ്പുവട, ബോണ്ട, തട്ടുദോശ, ഓംലെറ്റ്. പിന്നെ ഇവിടെ ഈ മറ്റേ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ ഒരു തട്ട് ഇഡ്ഡലി ഉണ്ടല്ലോ, അത്. പിന്നെ നിങ്ങളുടെ അമൃത ഹോട്ടലിലെ ചില്ലി ചിക്കൻ. അത് ഇവിടുത്തെ ആഗ്രഹങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെ ഇവരെ പോലെ ഇങ്ങനെ ഒന്നും സമയമില്ലാതെ. പിന്നെ വഴുതക്കാടുള്ള നമ്മുടെ MMS അനിയന്റെ ഒരു ചില്ലി ചിക്കൻ, പൊറോട്ടൻ ചില്ലി ചിക്കൻ, അങ്ങനെ ബേസിക് ഡിമാൻഡ്സ് ഒക്കെ ഉള്ളത് വളരെ കുറവാണ്. പിന്നെ പള്ളി പെരുന്നാൾ സമയത്ത് ഈ ചിന്തിക്കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം അതൊന്നും ചോദിക്കരുത്, പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്ക്, ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനാണ് സമയം ഇല്ലാത്തത്. മറ്റേതാണ് കുഴപ്പമില്ലല്ലേ. ഞാൻ പറയാൻ പോയത് വല്ല എറണാകുളത്ത് വലിയ ഒരു ഡയമണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ട് വലിയൊരു ഡയമണ്ട് മാല വാങ്ങിച്ചോണ്ട് അച്ചായ എന്ന് പറയണ്ടേ. ഡയമണ്ട് ഒക്കെ ഒത്തിരി ഉണ്ടെന്ന്, എന്തിനാ ഇനി ചുമ്മാ പൊങ്ങച്ചൻ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് വല്ല കാര്യം. അല്ല, അങ്ങനെയുള്ള ആ കാര്യത്തിലേക്ക് അങ്ങനെയുള്ള ഭ്രമങ്ങളൊന്നും ഇല്ല, പാറുവിനില്ല. അതൊക്കെ മിനിമം ഡിമാൻഡ്സ്. പിന്നെ കൂടെ ഉണ്ടാകണമെന്നൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച സമയത്തൊന്നും കൂടെ ഉണ്ടാകാൻ പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല. ഈ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ പണിയെന്നിട്ട് അറിയത്തുമില്ല, എന്നാ നിൽക്കാൻ സമയമില്ല. അതാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ചുമ്മാ പട്ടി ചന്തയ്ക്ക് പോകുന്ന രാവിലെ ചുമ്മാ പട്ടി പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവും. രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണല്ലോ, വിജയവും പരാജയവും. ഇത് പൊതുസമൂഹം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. രാവിലെ മുതൽ രാത്രി വരെ രാപകലോളം ഈ മനുഷ്യർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് വീട്ടിലുള്ള വില എന്താണ് എന്നുള്ളത് ഞാൻ അങ്ങനെ നാണം കെടുത്തിയതല്ല കേട്ടോ. അല്ല, ഇവരൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാലും അവസാനം ആ ഒരൊറ്റ വോട്ടിലാണ് ആ ഒരു റിസൾട്ട് ഇരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ബാഡ് ഓർ അതൊക്കെ കയറി ഇറങ്ങി വരും അല്ലേ, അതൊക്കെ വരും.